ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നത്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം, നിന്നേ പറ്റൂ. എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ. എന്ത് ഫെമിനിസ്റ്റ് അതൊക്കെ അവരുടെ ലൈഫ് എടുത്ത് നോക്കി എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനിപ്പോഴും ഇത്രയും വർഷമായിട്ട് എന്റെ 15 വയസ്സ് മോനെ എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാ. ഒരിത്തിരി താന്നു കൊടുത്തു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം. അതിത്തിരി ഇപ്പൊ അങ്ങനെ മുളക്കാണ്ട് കയറി നമുക്ക് എന്ത് കിട്ടാൻ ഒന്നുമില്ല. ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ പറയണതൊന്നുമില്ല. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തു. നമ്മുടെ ഭർത്താവല്ലേ, കൊടുക്കോ, എന്താ തെറ്റ്? എനിക്ക് ആ പാത്രമില്ല യോജിക്കുന്നത്. അതിനെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ അതിന് ഒരു ചോദിച്ചൊന്നും തയ്യാറില്ല. ആരെത്ര വലിയ ലേഡീസ് വന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നത്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം, നിന്നേ പറ്റൂ. എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ. എന്ത് ഫെമിനിസ്റ്റ് അതൊക്കെ അവരുടെ ലൈഫ് എടുത്ത് നോക്കി എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനിപ്പോഴും ഇത്രയും വർഷമായിട്ട് എന്റെ 15 വയസ്സ് മോനെ എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാ. ഒരിത്തിരി താന്നു കൊടുത്തു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം. അതിത്തിരി ഇപ്പൊ അങ്ങനെ മുളക്കാണ്ട് കയറി നമുക്ക് എന്ത് കിട്ടാൻ ഒന്നുമില്ല. ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ പറയണതൊന്നുമില്ല. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തു. നമ്മുടെ ഭർത്താവല്ലേ, കൊടുക്കോ, എന്താ തെറ്റ്? എനിക്ക് ആ പാത്രമില്ല യോജിക്കുന്നത്. അതിനെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ അതിന് ഒരു ചോദിച്ചൊന്നും തയ്യാറില്ല. ആരെത്ര വലിയ